ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഈ സാരി വെച്ചിട്ട് ഒരു കാഫ്താനാണ് ഡ്രേപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ റെഡിമെയ്ഡ് കിട്ടുന്ന കാഫ്താൻ്റെ ഒരു ഫിനിഷിങ്ങും പെർഫെക്ഷനും ഇതിനുണ്ടാവില്ല. പക്ഷേ നമുക്ക് ആ ഒരു ലുക്ക് ആൻഡ് ഫീലൊക്കെ ഒരു പരിധി വരെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പം നന്നായിട്ട് ഒലഞ്ഞു കിടക്കുന്ന ഒരു സാരി വേണം എടുക്കാൻ. ബിക്കോസ് കാഫ്താൻ നമുക്ക് എല്ലാവർക്കും അറിയാം, പാറിപ്പറന്ന് നടക്കുന്ന ഒരു മെറ്റീരിയൽ, എന്താ പറയുക, ഒരു ഫീലാണ് ആ ഡ്രസ്സിന്. അപ്പം നമ്മൾ ആദ്യം തന്നെ നിവി ഡ്രേപ്പ് ചെയ്യുന്ന പോലെ സാരി നമ്മുടെ ബോഡിക്ക് ചുറ്റും നന്നായിട്ട് ചുറ്റിയെടുക്കാം. അത് നമുക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ സാധാരണ നമ്മൾ നോർമലി സാരി ഉടുക്കുന്ന പോലെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ബോഡിക്ക് ചുറ്റും ഒരു തവണ സാരി ചുറ്റിയതിന് ശേഷം പല്ലു പോർഷൻ ഇതേപോലെ ഒന്ന് മെഷർ ചെയ്ത് വെക്കാം. ഇങ്ങനെ തന്നെ മെഷർ ചെയ്യണമെന്നില്ല, ജസ്റ്റ് നമ്മൾ ഈ കഴുത്തിൽ കൂടെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഏകദേശം മുട്ടിൻ്റെ അവിടെ വരുന്നവരെ പല്ലുവിനുള്ള ഒരു ലെങ്ത് നമ്മൾ കണക്കാക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വരുന്ന ഫാബ്രിക് മുഴുവനും വെച്ചിട്ട് നമ്മൾ പ്ലീറ്റ്സാണ്, താഴത്തെ പ്ലീറ്റ്സാണ് ഇടുന്നത്. അപ്പം നല്ലോണം ഒലഞ്ഞു കിടക്കുന്ന സാരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ പ്ലീറ്റ്സ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു മീഡിയം സൈസ് പ്ലീറ്റാണ് എടുക്കുന്നത്. ബിക്കോസ് ഒത്തിരി ഫാബ്രിക് ഉണ്ട്. പിന്നെ ഈ സാരി ഭയങ്കര ഫ്ലോയി ആയിട്ടൊരു ഫാബ്രിക്കാണ്. ഇതെൻ്റെ അമ്മയുടെ സാരിയാണ്, പഴയ ഒരു സാരിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് തന്നെ. സാരി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സാരികൾ ഞാൻ അമ്മയുടെ കബേർഡിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടിരുന്ന കൂട്ടത്തിൽ ഞാൻ കണ്ടൊരു സാരിയാണ്. അപ്പോൾ നമ്മുടെ പ്ലീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അത് ടക്കിങ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സാരീനെ ഇതേപോലെ നമ്മൾ നേരത്തെ പല്ലു ഒരു പോർഷൻ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മുടെ കഴുത്തിൻ്റെയൊക്കെ ഒരു വിട്ട് ഒന്ന് കണക്കാക്കി എടുത്തിട്ട് ഇതേപോലെ പിടിക്കാം. ഇനിയിപ്പം ഒരു ഓഫ് ഷോൾഡർ ലുക്കാ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് സാരി പിടിക്കാം. അത് കഴിഞ്ഞിട്ട് സാരിയുടെ ഈ പല്ലുടെ രണ്ടറ്റം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പിന്ന് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് പിൻ ചെയ്യാം. അതായത് ഞാൻ ആദ്യത്തെ പിന്ന് ബ്ലൗസിൻ്റെ കൂടെ ചേർത്തിട്ടാണ് കുത്തിയത്. ബിക്കോസ് ഒലഞ്ഞു കിടക്കുന്ന സാരി ആയതുകൊണ്ട് അത് ചിലപ്പോൾ അതിൻ്റെ വഴിക്ക് പോയി വരും. അതുകൊണ്ട് ബ്ലൗസിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യത്തെ പിന്ന് ഞാൻ സെക്യൂർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് സാരിയുടെ രണ്ടറ്റങ്ങൾ കൂട്ടിയിട്ട് ഇതേപോലെ പിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ പിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു കാഫ്താൻ്റെ ഷേപ്പ് വരുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടെ ഇതിൻ്റെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ രണ്ട് സൈഡിലത്തെ ഫാബ്രിക്കിലും കൂടെ പിൻ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കൈ ഇങ്ങനെ പൊക്കാനുള്ള ഒരു മെഷർമെൻ്റ് എടുക്കുക. എന്നിട്ട് ഒരു പിന്നെടുത്തിട്ട് നമ്മുടെ ബ്ലൗസിനോട് ചേർത്ത് കുത്തുക. നമ്മുടെ കൈയുടെ അവിടെ വരുന്ന, അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ നേരെ താഴെ വരുന്ന ഭാഗത്ത് ഒരു സൈഡ്, രണ്ട് സൈഡും ഫ്രണ്ടും ബാക്കും ചേർത്തിട്ടല്ല പിന്ന് കുത്തുന്നത്. ഫ്രണ്ടിൽ മാത്രം ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ സൈഡിലായിട്ട് ഒരു പിന്ന് കുത്തുകയാണ് ചെയ്യുന്നത്. സാരി രണ്ടും ഫ്രണ്ടും ബാക്കും കൂടെ കുത്തിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം കൈയൊക്കെ പൊക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു ഐഡിയയിലേക്ക് മാറിയതാണ്. ഇപ്പം രണ്ട് സൈഡിലും നമ്മൾ പിന്ന് കുത്തി പിന്നെ സാരീനെ നന്നായിട്ട് ഫിക്സ് ചെയ്യുക. ഈ പിന്ന് കുത്തുമ്പോൾ നമ്മുടെ കൈ പൊക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. ബിക്കോസ് സാരി ഒലഞ്ഞു കിടക്കുന്ന മെറ്റീരിയൽ ആകുമ്പോൾ എന്തായാലും ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആവും. അപ്പോൾ പിന്ന് വെച്ചിട്ട് നമ്മൾ കുത്തിയിട്ട് കൈയൊക്കെ പെട്ടെന്ന് പൊക്കുന്ന സമയത്ത് സാരി കീറിപ്പോവാനും പിന്നെ നമ്മുടെ ശരീരത്തിൽ കുത്തിക്കയറാനും സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ വലത്തെ സൈഡ് പിന്ന് കുത്തിയപ്പം അത് കറക്റ്റായിട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബ്ലൗസിൽ മാത്രമാണ് പിന്ന് കുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും കൂടെ അഴിച്ചിട്ട് രണ്ടാമതും വലത്തെ സൈഡിൽ ഒന്ന് പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൈയൊക്കെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് കിട്ടുന്നുമുണ്ട്. ഞാൻ വിചാരിച്ച ഒരു പെർഫെക്ഷൻ ഇതിന് വന്നിട്ടില്ലെങ്കിലും ഏകദേശം ഒരു കാഫ്താൻ്റെ ലുക്കാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രേപ്പായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഇതാണ് ഫുൾ ലുക്ക് വരുന്നത്. വേണമെങ്കിൽ ഇതേപോലെ മടക്കി വെച്ച് രണ്ട് സൈഡും ഈക്വലൊക്കെ ആക്കാം. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ അങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ സാരി ഡ്രേപ്പിംഗ്. എന്നും പറയുന്ന പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഞാൻ ഇതുവരെ ചെയ്യാത്ത വേറെ ഏതെങ്കിലും ഡ്രേപ്പിംഗ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെങ്കിൽ സജസ്റ്റും കൂടെ ചെയ്യാം.
എപ്പോഴും ഞാനാണല്ലോ റിസർച്ച് ചെയ്ത് ഓരോ സാരി സ്റ്റൈൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു അവസരം തരാണ്. ഏതെങ്കിലും പെർട്ടിക്കുലർ ഡ്രേപ്പിംഗ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പ്രകടനം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സാരിയും പുതിയൊരു ഡ്രേപ്പിങ്ങുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ടാറ്റാ.